ഹായ്, സൈലം PSC മലയാളം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മൾ ലാസ്റ്റിൽ സാഹിത്യ ചോദ്യങ്ങൾ വയലാറിൻ്റെയും സുഗതകുമാരിയുടെയും ഒക്കെ കൃതികൾ ഇട്ടിരുന്ന സമയത്ത് കുറേ മക്കൾ ആവശ്യപ്പെട്ടൊരു കാര്യമാണ് ഗ്രാമർ കൂടി പഠിപ്പിക്കണം, വ്യാകരണം വേണം. അതിൽ തന്നെ PSC LDC CPO ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കൊക്കെ ആവർത്തിച്ച് ചോദിച്ച ഒരു സെക്ഷനായിരുന്നു തഥ്യതം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ 2020-22 കാലഘട്ടത്തിലൊക്കെയുള്ള LDC ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നതും തഥ്യത വിഭാഗത്തിലെ ചോദ്യങ്ങളാണ്. അപ്പം നമുക്ക് തഥ്യതത്തിലെ എന്താണ് തഥ്യതം എന്ന് ഒന്ന് പഠിച്ചു വെച്ചാലോ. ഇതൊരു സേഫ് സോണാണ്. അതായത് ഇപ്പം വൊക്കാബുലറി പോലെയോ സാഹിത്യം പോലെയോ ഇങ്ങനെ പരന്ന് കിടക്കുന്ന കടൽ പോലെയുള്ളൊരു പാർട്ടല്ല, മറിച്ച് വളരെ സിമ്പിളായിട്ട് പഠിച്ചു വയ്ക്കുകയും ഇതിൽ നിന്നും വരുന്ന ചോദ്യത്തിന് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ആൻസർ ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു സെക്ഷനാണ് തഥ്യതം. നോക്കിയാലോ, ഒരു നാമത്തിൽ നിന്നോ നാമവിശേഷണത്തിൽ നിന്നോ പുതിയൊരു നാമം ഉണ്ടാക്കിയെടുക്കുന്നതാണ് തഥ്യതം. അപ്പോൾ തഥ്യതം എന്ന് പറഞ്ഞാൽ ഒരു നാമത്തിൽ നിന്നോ നാമവിശേഷണത്തിൽ നിന്നോ പുതിയൊരു നാമം നമ്മൾ ഉണ്ടാക്കി എടുക്കും. അങ്ങനെ 4 വിധത്തിലാണ് തഥ്യതത്തെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. തന്മാത്ര തഥ്യതം, തദ്വത് തഥ്യതം, നാമനിർമ്മായി തഥ്യതം, പൂരണി തഥ്യതം. അപ്പോൾ തന്മാത്ര തഥ്യതം, തദ്വത് തഥ്യതം, നാമനിർമ്മായി തഥ്യതം, പൂരണി തഥ്യതം എന്നിങ്ങനെ തഥ്യതത്തെ തന്നെ 4ആയി തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു നാമത്തിൽ നിന്നോ നാമവിശേഷണത്തിൽ നിന്നോ പുതിയതായി ഒരു നാമം ഉണ്ടാക്കിയെടുക്കുന്നതാണ് തഥ്യതം എന്ന് പഠിച്ചു അല്ലേ. തഥ്യതത്തെ 4ആയി തിരിക്കാം: തന്മാത്ര, തദ്വത്, നാമനിർമ്മായി, പൂരണി. എന്താണ് തന്മാത്ര തഥ്യതം? നാമത്തിൻ്റെ അനേകം ഗുണങ്ങളുണ്ടല്ലോ. ഒരു നാമത്തിനെ സംബന്ധിച്ച് അതിനുള്ള ഗുണങ്ങളാണ്. നമ്മളൊരു മനുഷ്യനെ സംബന്ധിച്ച് സ്നേഹം, അയാൾ സൂക്ഷിക്കുന്ന വെറുപ്പ്, മറ്റുള്ളവരോടുള്ള അസൂയ അല്ലേ, സഹാനുഭൂതി, കരുണ, ഒപ്പം തന്നെ അയാൾക്ക് വിഡ്ഢിത്തം എന്ന് പറയുന്ന ഒരു സ്വഭാവം കൂടിയുണ്ട്. അനേകം ഗുണങ്ങളുള്ള ഒരു നാമത്തിൽ നിന്നും ഒരു ഗുണം മാത്രം എടുത്തു കാണിക്കുന്നത് തന്മാത്ര. തന്മാത്ര എന്നതിനർത്ഥം അത് മാത്രം, ഏതെങ്കിലും ഒരു ഗുണം മാത്രം എടുത്തു കാണിക്കുന്നതാണ് എന്ത്? തന്മാത്ര തഥ്യതം. അപ്പം തന്മാത്ര തഥ്യതം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അനേകം ഗുണങ്ങളിൽ നിന്ന് ഒരു ഗുണം മാത്രം എടുത്തു കാണിച്ചാൽ അതാണ് തന്മാത്ര തഥ്യതം. മനസ്സിലായല്ലോ അല്ലേ? തന്മാത്ര തഥ്യതം എന്താണ്? അനേകം ഗുണങ്ങളിൽ നിന്ന് ഒരു ഗുണം മാത്രം എടുത്തു കാണിക്കുന്നു. അതിനെയാണ് നമ്മൾ തന്മാത്ര തഥ്യതം എന്ന് പറയുന്നത്. ഉദാഹരണമായി മണ്ടത്തരം, ജന്മിത്തം, മുതലാളിത്തം. മണ്ടത്തരമുണ്ട്, ജന്മിത്തമുണ്ട്, മുതലാളിത്തമുണ്ട്. ഇതിനെ പോലെ വിഡ്ഢിത്തം. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതേ ഉള്ളൂ. ഇത്തം, ഇത്തരം, മാ എന്നിവ എന്തിലു കൂടെ വരും? നാമവിശേഷണത്തിൻ്റെ കൂടെ വരും. നാമത്തോടൊപ്പം ഇത്തം, ഇത്തരം, മ. ഏതൊക്കെയാണ് വരുന്നത്? ഇത്തം, ഇത്തരം, മാ എന്നിവ ചേർന്ന് വന്നാൽ അതാണ് തന്മാത്ര തഥ്യതം. പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമാണ്. മണ്ടത്തരം, കാട്ടാളത്തരം, വിഡ്ഢിത്തം, ജന്മിത്തം തുടങ്ങിയവ. ഇനി മാ വരുന്നതോ എളിമ, തനിമ, കുളിർമ, മേന്മ, നന്മ തുടങ്ങിയവയൊക്കെ എന്തിലേക്ക് വരും? മാ വരുന്നത്. ഗരിമ, ലഘിമ, അണിമ, തനിമ, ഇതൊക്കെ ചേർത്തിട്ട് നമുക്ക് എന്തു പറയാം? ഈ തന്മാത്ര തഥ്യതമാക്കാം. വിഡ്ഢിത്തം, ജന്മിത്തം, മുതലാളിത്തം, മണ്ടത്തരം, കാട്ടാളത്തരം, അടിമത്തം, ഇങ്ങനെ ഇത്തം ഇത്തരം എല്ലാം ചേർന്ന് വരും. ഒപ്പം മായും ചേർന്ന് വന്നാൽ തന്മാത്ര തഥ്യതമായി. ഇനിയോ തദ്വത് തഥ്യതം. തദ്വത് തഥ്യതം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നാമത്തെ പോലെയുള്ള തഥ്യത രൂപം. ഒരു നാമത്തിൽ നിന്നും രൂപം കൊണ്ടുവരുന്ന അല്ലെങ്കിൽ രൂപപ്പെട്ടു വരുന്ന നാമതഥ്യത രൂപമാണ് തദ്വത് തഥ്യതം. അൻ എന്ന പ്രത്യയം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അൻ പ്രത്യയം വന്നു കഴിഞ്ഞാൽ അത് തദ്വത് തഥ്യതമാണ്. അൻ പ്രത്യയം വന്നാൽ തദ്വത് തഥ്യതം. അതായത് ചതി എന്ന നാമവിശേഷണത്തിൽ നിന്നും ചതിയൻ, കൊതിയിൽ നിന്നും കൊതിയൻ, തെക്ക് നിന്ന് തെക്കൻ, വടക്ക് വടക്കൻ, പടിഞ്ഞാറ് പടിഞ്ഞാറൻ, തെക്ക് കിഴക്ക് കിഴക്കൻ. ഇനി ഇതുപോലെ അപ്പം ദിശകളെയൊക്കെ നമുക്ക് തദ്വത് തഥ്യതത്തിൽ ഉൾപ്പെടുത്താം. ദിശാസൂചകമായ ശബ്ദങ്ങളെയെല്ലാം തദ്വത് തഥ്യതത്തിൽ ഉൾപ്പെടുത്താം.
തെക്കൻ, വടക്കൻ, കിഴക്കൻ, പടിഞ്ഞാറൻ. പടിഞ്ഞാറൻ ആശയങ്ങളോടുള്ള അല്ലെങ്കിൽ പാശ്ചാത്യരുടെ പാശ്ചാത്യൻ എന്നുള്ള രീതിയിലാണ് എന്ത് വരുന്നത്, പടിഞ്ഞാറൻ. പടിഞ്ഞാറൻ ആശയങ്ങളോടുള്ള പൗരസ്ത്യരുടെ അനുകരണശീലം പണ്ടേ പ്രസിദ്ധമാണല്ലോ എന്ന് പറഞ്ഞാൽ ഈ ഇംഗ്ലീഷുകാരെയൊക്കെ ഇങ്ങനെ ഫോളോ ചെയ്യാനുള്ള നമ്മുടെ ഒരു താല്പര്യമില്ലേ, അതിനെയാണ് പടിഞ്ഞാറൻ ആശയങ്ങളോടുള്ള അനുകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ദിശ 4 പറയാം: തെക്കൻ, കിഴക്കൻ, വടക്കൻ, പടിഞ്ഞാറൻ. എല്ലാ ദിശകളെയും നമുക്കിതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഇനിയുള്ളത് ഒരു പരീക്ഷയ്ക്കൊന്ന ചോദ്യമാണ്. എൻ്റെ ചോദ്യങ്ങൾക്ക് അവളുടേത് ഒരു തണുപ്പൻ പ്രതികരണമായിരുന്നു. അപ്പം തണുപ്പൻ എന്ന് പറയുമ്പോൾ അത് വളരെ തണുത്ത മട്ടിലുള്ള എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഒട്ടും താല്പര്യമില്ലാത്ത രീതിയിൽ സംസാരിക്കുമ്പോൾ പറയും എന്താ ഒരു തണുപ്പൻ മറുപടി എന്ന് പറയും. അതുപോലെ തന്നെ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട വിഷയത്തെക്കുറിച്ചൊരു ചൂടൻ ചർച്ച തന്നെ ദൃശ്യമാധ്യമത്തിൽ കണ്ടു. ചൂടുള്ളതാണ് ചൂടൻ, അല്ലേ? അവൻ്റേതൊരു ചൂടൻ സ്വഭാവമാണ്, എന്ന് വെച്ചാൽ ചൂടുള്ള സ്വഭാവമാണ്. അപ്പം തണുപ്പൻ, ചൂടൻ, അല്ലേ? തെക്കൻ കാറ്റ്, വടക്കൻ ഭാഷ, പടിഞ്ഞാറൻ ആശയങ്ങൾ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ. അപ്പം ഈ ദിക്കിൽ പ്രത്യയവും കൂടെ ചേരുമ്പോഴാണ് തെക്കൻ, കിഴക്കൻ, വടക്കൻ, പടിഞ്ഞാറനൊക്കെ വരുന്നത്. അപ്പോൾ ചതിയിൽ നിന്നും ചതിയൻ, ക്രൂരം എന്ന നാമപദത്തിൽ നിന്ന് ക്രൂരൻ, വഞ്ചകൻ, അങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞൂടെ. അപ്പോൾ ഇത്തരം മാ തുടങ്ങിയവ ചേർന്ന് വരുന്നതാണ് തദ്വത് തദ്ധിതം. അപ്പോൾ മനസ്സിലായല്ലോ. തദ്വതദ്ധിതം കൂടാതെ തന്മാത്ര തദ്ധിതം, അനേകം ഗുണങ്ങളുള്ളതിൽ നിന്ന് ഒരു ഗുണം മാത്രം എടുത്തു കാണിക്കുന്നതിനെയാണ് നമ്മൾ എന്തു പറഞ്ഞത്, തന്മാത്ര തദ്ധിതം എന്ന് പറഞ്ഞത്. അത് തന്മാത്ര തദ്ധിതം, അനേകം ഗുണങ്ങളിൽ നിന്ന്. ഇനി നമുക്ക് 3ാമത്തെ തദ്ധിത രൂപം നോക്കാം. നാമനിർമ്മായി തദ്ധിതം. എന്താണ് നാമനിർമ്മായി തദ്ധിതം എന്ന് നോക്കാം. അപൂർണങ്ങളായ നാമത്തോടൊപ്പം അൻ, അൾ, ത് എന്നീ പ്രത്യയങ്ങൾ ചേർക്കുമ്പോഴാണ് നാമനിർമ്മായി തദ്ധിതം ഉണ്ടാകുന്നത്. അപൂർണമായ രൂപമെന്നോ അപൂർണമായ നാമമെന്നോ ഒക്കെ പറഞ്ഞാൽ എന്താണ് അർത്ഥം? കേൾക്കുന്ന, അല്ലേ? ഇപ്പം കേൾക്കുക എന്ന ക്രിയയുടെ നാമരൂപം, ക്രിയാനാമരൂപമാണല്ലോ, അല്ലെങ്കിൽ കേൾക്കുക, അല്ലേ? കേൾക്കുക എന്ന ക്രിയയാണ് അത്. അതിൽ നിന്നും ഉണ്ടാകുന്ന ഒരു നാമരൂപമാണ് കേൾവി. അപ്പം അത്തരത്തിൽ അപൂർണമായി അങ്ങ് പറഞ്ഞു വയ്ക്കുകയാണ് കേൾക്കുന്ന. അപ്പം അതിൻ്റെ ബാക്കി കൂടിയുണ്ട്. കേൾക്കുന്നവൻ, കേൾക്കുന്നവൾ, കേൾക്കുന്നത്. പുല്ലിംഗ, സ്ത്രീലിംഗ, നപുംസകലിംഗ പ്രത്യയങ്ങളാണ് അൻ, അൾ, ത് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? അൻ, അൾ, ത്. അപ്പം ഈ 3 പുല്ലിംഗ, സ്ത്രീലിംഗ, നപുംസക ശബ്ദരൂപങ്ങൾ ഒരു അപൂർണ നാമത്തോടൊപ്പം ചേർന്ന് വരുന്നതാണ് നാമനിർമ്മായി തദ്ധിതം. ഉദാഹരണത്തിന് കേൾക്കുന്ന, കേൾക്കുന്നവൻ, കേൾക്കുന്നവൾ, കേൾക്കുന്നത്. ഇനി പറയുന്ന, പറയുന്നവൻ, പറയുന്നവൾ, പറയുന്നത്. ചെയ്യുന്ന, ചെയ്യുന്നവൻ, ചെയ്യുന്നവൾ, ചെയ്യുന്നത്. അപ്പോൾ പുല്ലിംഗ, സ്ത്രീലിംഗ, നപുംസക ശബ്ദങ്ങൾ അപൂർണ നാമത്തോടൊപ്പം ചേർന്ന് വരുമ്പോഴാണ് നാമനിർമ്മായി തദ്ധിതം ഉണ്ടാകുന്നത്. അപ്പം ഏതൊരു അപൂർണ ക്രിയയോടൊപ്പം വേണമെങ്കിലും നമുക്കിത് കയറ്റാം. ഉദാഹരണത്തിന് പഠിക്കുക എന്നതിൽ നിന്നും അതിനെ അപൂർണ ക്രിയയാക്കുമ്പോൾ പഠിക്കുന്ന. കാരണം അപ്പുറത്തൊരു പഠിക്കുന്ന കുട്ടി, പഠിക്കുന്ന പാഠം എന്നുള്ള നാമങ്ങൾ ചേർത്താലേ ഇത് പൂർണ്ണമാവുള്ളൂ. ഇത് പൂർണ്ണമാകാതിരിക്കുന്നത് എപ്പോഴാണ്? നമ്മൾ ഈ പഠിക്കുന്നത്, പഠിക്കുന്നവൻ, പഠിക്കുന്നവൾ അങ്ങനെ ചേർക്കാതെ വരുമ്പോഴാണ് ഇത് പൂർണ്ണമാകാതെ പോകുന്നത്. അപ്പം നമുക്ക് കേൾക്കുന്നവൻ, കേൾക്കുന്നവൾ, കേൾക്കുന്ന. അതുപോലെ പഠിക്കുന്നവൻ, പഠിക്കുന്നവൾ, പഠിക്കുന്നത്. എഴുതുന്നവൻ, എഴുതുന്നവൾ, എഴുതുന്നത്. ഇത്തരത്തിൽ അന്നഴ്ത്ത് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? പൂർണ്ണക്രിയയാക്കി മാറ്റാം. മനസ്സിലായില്ലേ? അങ്ങനെ പൂർണ്ണക്രിയയായി മാറ്റണമെങ്കിൽ, അത്തരത്തിലൊരു പൂർണ്ണക്രിയയായിട്ട് നമ്മൾ മാറ്റണമെങ്കിൽ ആ പൂർണ്ണക്രിയയ്ക്ക് പുല്ലിംഗ, സ്ത്രീലിംഗ, നപുംസക ശബ്ദരൂപങ്ങൾ കൂടി കൊടുക്കണം. പുല്ലിംഗ, സ്ത്രീലിംഗ, നപുംസക ശബ്ദരൂപങ്ങൾ കൂടി കൊടുത്താലേ എന്താവുള്ളൂ? അതൊരു പൂർണ്ണക്രിയയായി മാറുള്ളൂ. മനസ്സിലായല്ലോ? യെസ്. അപ്പം അതാണ് അപ്പം
ഒരു നാമത്തിൽ നിന്നോ നാമവിശേഷണത്തിൽ നിന്നോ പുതിയതായി ഒരു നാമരൂപം ഉണ്ടാക്കിയെടുക്കുന്നതാണ് തദ്ധിതം എന്ന് നമ്മൾ പഠിച്ചു. തദ്ധിതത്തെ നമുക്ക് 4ആയി തിരിക്കാം. തന്മാത്രാ തദ്ധിതം, തദ്വത് തദ്ധിതം, നാമനിർമ്മായി തദ്ധിതം, പൂരണി തദ്ധിതം. ഇനി തന്മാത്രാ തദ്ധിതം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ അനേകം ഗുണങ്ങളുള്ള നാമരൂപത്തിൽ നിന്ന് ഒരു ഗുണം മാത്രമായി എടുക്കുന്നത് തന്മാത്രാ തദ്ധിതം അല്ലേ. തദ്വത് തദ്ധിതത്തിലേക്ക് വരുമ്പോൾ എന്താണ് പ്രത്യേകത? അതുപോലെയുള്ളത് ചതിയൻ, ധൈര്യം ധീരൻ, കൊതിയൻ, തടിയൻ, നരയൻ, ഇങ്ങനെ നമ്മൾ പറയില്ലേ, അതിൽ നിന്നും ചേർന്ന് വരുന്ന ഇപ്പം തമിഴൻ എന്നത് ഉണ്ടാക്കിയെടുക്കത്തില്ലേ നമ്മൾ, അതുപോലെ അത്തരത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നത് തദ്വത് തദ്ധിതം. ഇനി നാമനിർമ്മായി തദ്ധിതം എന്ന് പറഞ്ഞാലോ അപൂർണമായ നാമത്തോടൊപ്പമോ അപൂർണമായ ക്രിയയിൽ നിന്നോ പുതിയൊരു നാമരൂപമോ പുതിയൊരു ക്രിയാരൂപമോ നമ്മൾ ഉണ്ടാക്കിയെടുക്കും. ഉദാഹരണത്തിന് കേൾക്കുന്നവൻ, കേൾക്കുന്നവൾ, കേൾക്കുന്നത്. അതുപോലെ പറയുന്നവൻ, പറയുന്നവൾ, പറയുന്നത്. ഇങ്ങനെ ആക്കിയെടുക്കുന്നത് നാമനിർമ്മായി തദ്ധിതം. അടുത്തത് നോക്കൂ, പൂരണി തദ്ധിതം. എന്താണ് പൂരണി? സംഖ്യ വെച്ച് പൂരിപ്പിക്കുന്നത് എന്ന് പഠിച്ചാൽ മതി. സംഖ്യാരൂപികളായ, സംഖ്യ വെച്ച് പൂരിപ്പിക്കണം. സംഖ്യാവാചികളായ ശബ്ദങ്ങളോടൊപ്പം ആം, അൻ എന്നീ പ്രത്യയങ്ങൾ ചേർത്തുണ്ടാകുന്നതാണ് പൂരണി തദ്ധിതം. ഉദാഹരണം 1 ഒന്നാം ഒന്നാമൻ, 2 രണ്ടാം രണ്ടാമൻ, 3 മൂന്നാം മൂന്നാമൻ തുടങ്ങി 10 പത്താം പത്താമൻ, 10ാം വാർഷികം, 1ാം പാദവാർഷിക പരീക്ഷ, അവൻ ക്ലാസ്സിൽ ഒന്നാമനാണ്. അപ്പോൾ ഒന്നാമൻ തുടങ്ങി ഏതെണ്ണൽ സംഖ്യ വന്നാലും അതിൽ ആം, അൻ തുടങ്ങിയ പ്രത്യയങ്ങൾ ചേർത്ത് എഴുതുന്നതാണ് പൂരണി തദ്ധിതം. പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സംഖ്യ കണ്ടാൽ, വിശേഷണമായി സംഖ്യയെ കണ്ടാൽ ഉടൻ തന്നെ അതെന്തായിട്ട് കണക്കാക്കുക? പൂരണി തദ്ധിതമായിട്ട് കണക്കാക്കുക. അപ്പം മനസ്സിലായല്ലോ, സംഖ്യാവാചികളായ ശബ്ദങ്ങളോടൊപ്പം ആം, അൻ എന്നീ പ്രത്യയങ്ങൾ ചേർത്തുണ്ടാകുന്ന തദ്ധിത രൂപമാണ് എന്ത്? പൂരണി തദ്ധിതം. 1 ഒന്നാം ഒന്നാമൻ, 2 രണ്ടാം രണ്ടാമൻ, 10 പത്താം പത്താമൻ, 100 നൂറാം നൂറാമൻ എന്നിങ്ങനെ സംഖ്യ വെച്ച് വിശേഷിപ്പിച്ച് പോകുന്നതൊക്കെ പൂരണി തദ്ധിതം. ഇനി ഉദാഹരണങ്ങൾ നമുക്ക് ഇതിൻ്റെ നേർക്കെന്ന് പറഞ്ഞു നോക്കാം. അടിമത്തം തന്മാത്രാ തദ്ധിതം, എളിമ തന്മാത്രാ തദ്ധിതം, വിധേയൻ തദ്വത് തദ്ധിതം, അൻ വന്നില്ലേ, ചെറുപ്പക്കാരൻ തദ്വത് തദ്ധിതം, ചട്ടമ്പിത്തരം തന്മാത്രാ തദ്ധിതം, കാടത്തം തന്മാത്രാ തദ്ധിതം, വിളിക്കുന്നത്, വിളിക്കുന്ന എന്ന അപൂർണ ക്രിയയിൽ നിന്നും വിളിക്കുന്നവൻ, വിളിക്കുന്നവൾ, വിളിക്കുന്നത് എന്ന രൂപത്തിലേക്ക് എത്തിയപ്പോൾ നാമനിർമ്മായി തദ്ധിതമായി. പറയുന്നവൻ, പറയുന്ന എന്ന അപൂർണ ക്രിയയിൽ നിന്ന് അൻപ്രത്യയം ചേർത്ത് പറയുന്നവൻ എന്നായപ്പോൾ നാമനിർമ്മായി തദ്ധിതമായി. നൽകുന്ന, നൽകുന്നവൻ, നൽകുന്നവൾ, നൽകുന്നത്. 1ാം വാർഷികം പൂരണി തദ്ധിതം, 1 ഒന്നാം ഒന്നാമൻ. അങ്ങനെ സംഖ്യയോടൊപ്പം ആ മൻ ചേർത്താൽ എന്തായി? പൂരണി തദ്ധിതമായി. ഇനി 9ാം ഉത്സവം, 9 എന്ന സംഖ്യയോടൊപ്പം ആം എന്ന പ്രത്യയം ചേർത്തപ്പോൾ പൂരണി തദ്ധിതമായി 9ാം ഉത്സവം. ഇനി നമ്മൾ ഈ ഒരുത്തൻ, ഒരുത്തി എന്ന പ്രയോഗം തെറ്റാണ് അല്ലേ. നമുക്കറിയാമല്ലോ, നമ്മൾ ആഗമസന്ധിയൊക്കെ പഠിക്കുമ്പം പഠിക്കുന്നൊരു കാര്യമാണ് ഒരു അധികം അൻ. അപ്പോൾ വ് എന്ന വർണ്ണം വന്ന് അതിൻ്റെ ഒപ്പം ചേരുമ്പോഴാണ് ഒരു വൻ എന്ന് കിട്ടുന്നത്. അപ്പോൾ ഒരുത്തൻ എന്ന പ്രയോഗം അവിടെ വരൂല. ആ ഒരു വേർഡ് വാമൊഴിയായി, വൊക്കാബുലറിയായി നമ്മൾ പറയുന്നതാണ് ഒരുത്തനും ഒരുത്തിയും. പക്ഷേ ഒരു സിനിമയുടെ പോസ്റ്ററൊക്കെ നമ്മൾ ഒരുത്തിന്ന് കണ്ടില്ലേ, അത് ജസ്റ്റ് ഒന്ന് വാമൊഴി വഴക്കൊണ്ട്. കാരണം ഒരു പദത്തിനൊരു ഉൽപ്പത്തി ഉണ്ടല്ലേ. ഒരു, ഒന്ന് എന്നുള്ളൊരർത്ഥം. അന്നെന്നാൽ പുല്ലിംഗ രൂപം. അപ്പോൾ ഒരു പുരുഷന് ഒരുവനെന്നും ഒരു അൾ എന്നത് സ്ത്രീലിംഗ രൂപമാണ്. അപ്പം ഒരു അൾ, അതായത് ഒരു സ്ത്രീയെ സൂചിപ്പിക്കാൻ ഒരുവളെന്നും പറയണം. ഒരുവൻ, ഒരുവൾ. മൂവർ എന്നല്ലേ നമ്മൾ പറയുന്നത്. മൂവറാവൂലേ? അതുപോലെ 3 മനുഷ്യരെ, 3 ആളുകളെയാണ് നമ്മൾ മൂവർ എന്ന് പറയുന്നത്. അതും മൂവറും ഒരുവനും ഒരുവളും ഒക്കെ ആഗമസന്ധിയാണ്. നമ്മൾ യൂട്യൂബ് ക്ലാസ്സിൽ തന്നെ അത് പഠിപ്പിച്ച് ഇട്ടിട്ടുമുണ്ട്.
അപ്പോൾ ഇവിടെ മനസ്സിലായില്ലേ, നമ്മൾ ഒന്നാം വാർഷികം പൂരണി തദ്ധിതം, 9ാം ഉത്സവം പൂരണി തദ്ധിതം, ഒരുവൻ പൂരണി തദ്ധിതം തന്നെ. അതായത് ഒരു നാമരൂപത്തിൽ നിന്ന് ആ എന്നീ പ്രത്യയങ്ങൾ ചേർന്നുകൊണ്ട് രൂപപ്പെടുന്നതാണ് പൂരണി തദ്ധിതം. അങ്ങനെ തദ്ധിതം 4 രീതിയിൽ: തന്മാത്രാ തദ്ധിതം, തദ്വത് തദ്ധിതം, നാമനിർമ്മായി തദ്ധിതം, പൂരണി തദ്ധിതം. ഇങ്ങനെ തദ്ധിത രൂപങ്ങൾ 4 വിധം. ഡയറക്റ്റായിട്ട് താഴെ തന്നിരിക്കുന്നത് ഏത് തദ്ധിതമാണ് എന്നായിരിക്കും ചോദ്യത്തിൽ വരുന്നത്. ഇനി എന്തെങ്കിലും ഇതിനെ സംബന്ധിക്കുന്ന ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റുകളായിട്ട് വീഡിയോയുടെ അടിയിൽ ഇടുക. ഓക്കെ, നന്ദി.